അപ്പോൾ നമ്മൾ എലവേഴപ്പൂഞ്ചിറ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ അടുത്ത ഇല്ലിക്കൽ കല്ലാണ് എത്തിയേക്കുന്നത്. രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പം ഏകദേശം സമയം 5 മണി ആയിട്ടുണ്ട്. നമ്മളിവിടെ വരുന്ന എൻട്രി ടൈം 6 മണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ 6 മണി എന്നുള്ള ചിലപ്പോൾ ഒരു ടൈമൊക്കെ 5:30 വരെ ആക്കും. ഇടിമിന്നലൊക്കെ ഏൽക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീ ഉണ്ട് വണ്ടിക്ക്. അതുപോലെ നമുക്കിനി അതിനുശേഷം ഇവിടെ നമ്മുടെ ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു കട ഇവിടെ ഉണ്ട്. ഹോട്ടൽ പോലെയൊന്നുമില്ല, ചായയൊക്കെ കിട്ടുന്ന ചെറിയൊരു കടയുണ്ട്. നമ്മളിനി എന്തെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ജീപ്പ് സഫാരി ആവശ്യമില്ലെങ്കിൽ നമുക്ക് നേരെ നമുക്ക് നടന്ന് മേളിൽ ഇപ്പോൾ അത് നമുക്ക് എൻട്രി ഫീസ് മാത്രം കൊടുത്താൽ മതി. ജീപ്പ് സഫാരി ആണെങ്കിൽ എക്സ്ട്രാ ചാർജർ വരും. നമ്മളിനി ഇപ്പം ഇവിടുന്ന് നമ്മൾ ജീപ്പ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ജീപ്പിൽ 7-8 പേരാണ് പോകുന്നത്. നമ്മൾ ജീപ്പ് മേളിൽ പോയിട്ട് താഴോട്ട് തിരിച്ച് വരും. വലിയ ഓഫ് റോഡുള്ള വഴിയൊന്നുമല്ല ഇത്. നമ്മൾ നല്ല ടാറിട്ട റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5:30 കഴിയുമ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സമയം ശ്രദ്ധിക്കുക. 6 മണിക്കകത്തൂടെ എത്താൻ നോക്കുക. പിന്നെ ഇവർ കയറ്റി വിടുക 6 മണി 6 മണിയാണ് ടൈം. 6 മണിക്കകത്ത് തന്നെ എത്താൻ നോക്കുക. പിന്നെ ഈ ജീപ്പ് സഫാരിയുടെ ചാർജ് 116 രൂപയാണ്. നമ്മൾ 3 പേർക്കുള്ള ചാർജാണ്, GST അടക്കം. അപ്പോൾ ഇവിടുന്ന് മേളിലോട്ട് പ്രൈവറ്റ് വണ്ടികളൊന്നും കടത്തി വിടത്തില്ല. നമുക്കിവിടുന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ DTPCയുടെ ഇതിൽ ജീപ്പുണ്ട്, അതിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ മേളിലോട്ട്. നമ്മളിപ്പോൾ എന്തായാലും ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒത്തിരി ആൾക്കാർ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീപ്പ് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. മേളിപ്പോൾ അടുത്ത ആൾക്കാരെ കൊണ്ട് താഴോട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനുള്ള ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ജീപ്പിൽ കയറി മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ജീപ്പ് സഫാരി എടുക്കാൻ നടന്നു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് വേണേൽ നടന്നു പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ ഫാമിലിയായിട്ട് വരുമ്പോൾ നടന്നു പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കയറ്റമൊക്കെയാണ്. നമ്മൾ ജീപ്പിലാണെങ്കിൽ ഏകദേശം നമ്മളൊരു 10 മിനിറ്റിൽ നമ്മൾ മുകളിലെത്തും. 10 മിനിറ്റിൽ നമുക്ക് മുകളിലെത്തും. ജീപ്പ് നമ്മൾ അവിടെ ഇറക്കിയിട്ട് നോക്കണം, വെളിയിൽ നോക്കണം. ഇത് പണങ്ങിയിരിക്കും. അങ്ങോട്ട് എടുത്തോളൂ. അപ്പോൾ നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി അവർ നമ്മളിവിടെ വിട്ടിട്ട് പോകും. അപ്പം ജീപ്പിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പം മേളിലോട്ട് പതുക്കെ നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട്. പിള്ളേരെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ എത്തിയിട്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെ എത്തിയില്ല. അവിടെ നമ്മൾ ജീപ്പിൽ വന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. കുറച്ച് കുത്തനെയായിട്ട് തന്നെ നടക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മേളിലോട്ട് കയറാൻ പോകണം. പാർക്കിംഗ് ഫീസ് 23 രൂപ 4 വീലറിന് ചാർജ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ജീപ്പ് സഫാരിക്ക് എക്സ്ട്രാ പൈസയുണ്ട്. എന്തായാലും നല്ലൊരു വ്യൂ ആണ് ഇവിടെ. എന്ന വഴി കൂടെ നമുക്ക് മേലോട്ട് കയറി പോകാനായിട്ട്. അപ്പം കുറച്ച് പാടാണ്, കാഴ്ചയാണ്.
അപ്പോൾ ഈ വഴി കൂടെ വേണം നമുക്ക് മേളിൽ കയറി പോകാനായിട്ട്. ഇപ്പോൾ സൈഡിൽ ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്, നമ്മൾ അതിൽ കൂടെ വേണം പിടിച്ച് മേളിൽ കയറി പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വെച്ചാണ്, നേരത്തെ ഹാൻഡ് റെയിലൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അപകടങ്ങളൊക്കെ ഒത്തിരി നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും മേളിൽ നടന്ന് പോവാണ് ഇനി. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ നേരെ എതിർവശത്തുള്ള പാറയാണ്. ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ബാക്ക് സൈഡിലൂടെ 2-3 പാറകൾ ഇങ്ങനെ ഉണ്ട്. അതിലവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നതാണ്. അവിടെ എന്തോ കുരിശൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ പ്രാർത്ഥന നടക്കുന്ന പോലെ ഉണ്ട്. ആൾക്കാർക്ക് ഇങ്ങോട്ട് കയ്യൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് ചെറിയ വഴിയാണ്, ആ പാറയുടെ പുറകിൽ കൂടെ അങ്ങോട്ട് കയറി മുകളിലെത്തുകയാണ്. അവിടെ എന്തോ പ്രാർത്ഥന എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇല്ലിക്കൽ കല്ലിൽ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ താഴെ കൂടെ വന്ന വഴിയൊക്കെ കാണാം. കോട്ടയം ജില്ലയുടെ ഏറ്റവും ഉയരം കൂടിയ റോഡെന്ന് പറയുന്നത് ഇല്ലിക്കൽ കല്ലാണ്, ഏറ്റവും ഉയരം കൂടിയ റോഡെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ താഴെ പാർക്കിങ്ങൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നത്. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇറങ്ങുമ്പം ശ്രദ്ധിച്ചിറങ്ങുക, പിള്ളേരെ കൊണ്ട് ശ്രദ്ധിച്ചിറങ്ങുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് നമ്മളിനി പതുക്കെ നമ്മളെ യാത്ര തിരിക്കുകയാണ്. താഴോട്ടിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിച്ചാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയിലെ ജീപ്പൊക്കെ പോകുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നേരെ തിരിച്ച് അങ്കമാലിക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആവശ്യത്തിന് കരുതിക്കോളുക. അതുപോലെ വണ്ടിയിൽ ഇന്ധനം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തിരിച്ചിനി നമുക്ക് വാഗമണ്ണ് പോകണമെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറിൽ വാഗമണ്ണ് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ നേരെ വാഗമണ്ണ് പോവുക, അവിടെ സ്റ്റേ ചെയ്യുക. നെക്സ്റ്റ് ഡേ വാഗമണ്ണ് നമുക്ക് ശരിക്കും 1 ഡേ ഫുള്ള് കാണാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അതുപോലെ ആക്ടിവിറ്റീസ് അതുപോലെ ഉണ്ട് വാഗമണ്ണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇല്ലിക്കൽ കല്ല് അതുപോലെ ഇലവിഴപ്പുഞ്ചിറ ഈ 2 സ്ഥലം കണ്ടതിന് ശേഷം നേരെ വാഗമണ്ണ് പോവുക, സ്റ്റേ ചെയ്യുക. പിറ്റേ ദിവസം ഫുള്ള് നെക്സ്റ്റ് ഡേ വാഗമണ്ണ് സ്പെൻഡ് ചെയ്യുക. ആ ഒരു രീതിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരിക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.